ഞാൻ വിളിച്ചു ചോദിച്ചു നല്ല അഭിപ്രായം. ഒരു മിനിറ്റ് ചേട്ടാ പടം കണ്ട് നായിപ്പോയി. ഒരു ലോജിക് ഇല്ല, ഒരു മര്യാദ ഇല്ലാത്ത പരിപാടി പിന്നെ കാണിച്ചു. പേര് പോലെ തന്നെ വെടിയായി. ഒരു സിനിമയിലെ നായകൻ കോണ്ടം കൊടുത്തിട്ട് ജയിൽവാസം അനുഭവിക്കുന്നത്, കോണ്ടം കൊടുത്തതിന്റെ പേരിൽ ജയിലിൽ പോയെന്ന നായകൻ, അതാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത്. ഇത്ര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം, ഇത് ഇത്ര ഇറിറ്റേറ്റിംഗ്, കൊതുക് പോലും ഇത്ര ഇറിറ്റേറ്റിംഗ് അല്ല. കൊതുക് ആക്ടീവ്സും മണിനീച്ചയും മത്സരിച്ച് ഉറപ്പിക്കുക, ഇതുപോലെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ജീവി പറയില്ല. ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ. ഹിറ്റ് തന്നെ തലയ്ക്കാ കിട്ടേണ്ടത്. എത്ര പേര് വിളിച്ചെന്നറിയോ? ചാവറ് പടമാണെന്നും പറഞ്ഞു വിളിച്ചത് വട്ടവിളയുടെയും താനൂർ അബ്ദുള്ളയുടെയും ആളുകളായിരിക്കും. തുടക്കം മുതൽ ഒടുക്കം വരെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൂവുക അത്ര. തിയേറ്ററിലെ സീറ്റുകളെല്ലാം കുത്തി കീറുക. എന്റെ 1-2 ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്നറിയോ? നാണോ ഇല്ലേ ഈ മനുഷ്യന്? ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെന്ന്. സ്വല്പം നടുവേദനയുണ്ട്. ഹൈദരാബാദിൽ സിംഹവുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ പറ്റിയതാ. ഒരു ടാബ്ലറ്റ് കഴിച്ചു വരാം. ബാബു അല്ലേ പറഞ്ഞത് പടം ഹിറ്റാണെന്ന്? കേരളത്തിലെ സീനിയർ നടനായിട്ടുള്ള മനോജ് ഖേസിയൻ ഈ സിനിമയിലുണ്ട്. ഒരു പുള്ളിയ ഫുൾ ടൈം ഫുഡ് അടിയോ അടി, ഭാര്യയെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിപ്പിക്കുക, അടിക്കുക. ഇത് എന്നെ വെറുതെ വിട്ടൂടെ? നിന്നൊരിക്കൽ ഞാൻ വെറുതെ വിട്ടു. അതാണ് ഞാൻ ചെയ്ത ആദ്യത്തെ അബദ്ധം. പിന്നെ ജയിൽ സീനുകൾ പറഞ്ഞാൽ ഭയങ്കര തിഹാർ ജയിൽ പോലത്തെ ജയിലാണ്. ഏതോ LP സ്കൂളം കണ്ടാൽ എനിക്ക് തോന്നുന്നത്. ബാബുരാജിന്റെ കഥാപാത്രത്തിന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം തൂറുക. കക്കൂസിൽ പോവുക, അതായത് വേറെ ആർക്കും കക്കൂസ് പോകാൻ കഴിയില്ല. എന്താണ് നിനക്ക് വേണ്ടത്? ഒരാൾ ഫുൾ ടൈം തിന്ന, ഒരാൾ ഫുൾ ടൈം തൂറുക. അങ്ങനെ അതാ നമ്മൾ പ്രതീക്ഷിച്ച കഥാനായിക കടന്നു വരുന്നു. അതെ, ഈച്ചയാണ്. ഫാമിലി വരുമ്പോൾ നീ മമ്മി നീ എന്ന് പറഞ്ഞ് കരയും. അങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നു. എൻ്റെ പൊന്നെ, മാത്യൂസ് ഒട്ടും ഓവറല്ല എന്ന് കാണിക്കാൻ, കഥാപാത്രം ഒട്ടും ഓവറല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് കാറുകയും അടിക്കുകയും. ഈ സിനിമ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ റീലോഡിനെ ഞാൻ കൊടുത്താൽ മതി. അത്രയ്ക്ക് പണിയാനുള്ള പരിപാടി ഇവർ 2 മണിക്കൂർ കൊണ്ട് ഇതൊരു ഫുൾ ടൈം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരൊറ്റ സീന് പോലും സഹിക്കാൻ പറ്റാത്ത ആസഹനീയ ടോർച്ചർ. ഡോണി, ലവ്ലി ഡോണി. ഷക്കീല കാലഘട്ടങ്ങളിലെ ഈ ഏപ്പടങ്ങളില്ലേ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലെല്ലാം കാണുന്ന B ഗ്രേഡ് പടങ്ങളെ നാണിപ്പിക്കുന്ന വിധത്തിലുള്ള കമ്പി സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലേട്ടിങ്, അഭിഹിതം, വീട്ടിൽ വിളിച്ച് കയറ്റൽ. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.